കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ നടുക്കുന്ന ക്രൂരത. മകന്റെ അടിയേറ്റ് പിതാവ് മരിച്ചു. 64-കാരനായ ശശിധരനാണ് മരിച്ചത്. മകൻ അഭിരാമിനെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സിനോജ് തോമസിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സിനോജ്, അത്ര ശുഭകരമല്ലാത്ത വാർത്തയാണ് ഈ ദിവസം രാവിലെ തന്നെ കൊടുക്കേണ്ടി വരുന്നത്. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ്? പോലീസ് എന്താണ് പറയുന്നത്? അശ്വതി, ശ്രുതി, ഗുഡ് മോർണിംഗ്. അതായത് കഴിഞ്ഞ രാത്രി 12:30 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. വെള്ളിപ്പറമ്പിൽ ഇവർ താമസിക്കുന്ന വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ പ്രതിയായ മകൻ 28 വയസ്സാണ് അഭിരാമിന്. അഭിരാമ മദ്യവെച്ച് സ്ഥിരമായി വീട്ടിൽ പ്രശ്നമുണ്ടാക്കാറുണ്ടെന്ന് പോലീസ് പറയുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയും വീട്ടിലെത്തി വീട്ടുകാരുമായി വഴക്കുണ്ടാക്കുന്നു. ആ വഴക്കിനിടയിൽ പിതാവായ ശശിധരൻ നായർ ഇടപെടുന്നു. മകനോട് വഴക്ക് നിർത്താൻ ആവശ്യപ്പെടുന്നു. ഇതിനിടയിലാണ് ശശിധരൻ നായർക്ക് മർദ്ദനമേൽക്കുകയും തലയ്ക്കും കഴുത്തിനൊക്കെ തന്നെ അടിയേൽക്കുകയും ചെയ്യുന്നത്. ഉടൻ തന്നെ ശശിധരൻ നായർ അവിടെ കുഴഞ്ഞു വീണു. വീട്ടുകാരൊക്കെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ വേണ്ടി സാധിച്ചില്ല. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസാണ് അഭിരാമിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. ഒപ്പം തന്നെ അഭിരാമിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഏത് ആയുധം ഉപയോഗിച്ചാണ്, എങ്ങനെയാണ് മർദ്ദിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ചോദിച്ചറിഞ്ഞു വരികയും ചെയ്യുകയാണ്. ശ്രുതി, ശരി. കോഴിക്കോട് വെള്ളിപ്പറമ്പിലാണ് മകന്റെ അടിയേറ്റ് പിതാവ് മരിച്ചത്. വിശദാംശങ്ങളാണ് സിനോജ് തോമസ് നൽകിയത്.